കഴിച്ചിട്ട് സംസാരിക്കണം. പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കി പറയേണ്ടത് വരും. ഹേ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഹണി കേക്കിലാട്ടോ, പാലാരിവട്ടം. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടാണ് ഇവിടെ കേട്ടോ. കുറച്ച് നാളായിട്ട് കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അത് പറഞ്ഞ പാടെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നേരെ കേക്ക് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. ഹായ് പറമ്പിൽ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമാണോ? വെയിലൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് കോമഡിയാണ്. എന്ത് കഴിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്? നമ്മൾ ലണ്ടൻ ചീസ് കേക്ക് അല്ലടോ, തെറ്റിപ്പോയി. സാധനം വന്ന് കഴിച്ചു. എപ്പോൾ വന്നാലും ചീസ് കേക്ക് അല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് കേക്ക്, ഇതാണ് ഓർഡർ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ പിസ്താഷ്യോ മിൽക്ക് കേക്കാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ കോൺസെൻട്രേഷനൊക്കെ ഇവിടെ മാറിപ്പോയി. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് കഴിച്ചിട്ട് സംസാരിക്കണം. പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കി പറയേണ്ടത് വരും. പിസ്താഷ്യോ മിൽക്ക് കേക്കോ? അതായത് ഇത് പിസ്താഷ്യോ മിൽക്ക് കേക്കാണ്. ഇത് ലണ്ടൻ കേക്കാണ്. ലണ്ടൻ മിൽക്ക് കേക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ക്യാമറ വെച്ച് ശേഷം ക്ഷമയില്ല, ഇത് ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലണ്ടൻ മിൽക്ക് കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം കഴിക്കുന്ന ഒരാളെ കൊണ്ട് നമുക്ക് ഫസ്റ്റ് കഴിപ്പിച്ച് നോക്കാം. ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണല്ലോ, അപ്പം നല്ല അഭിപ്രായം വേണമല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമ്മളിന് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് ഈ പിസ്താഷ്യോ മിൽക്ക്. അപ്പം ഇത് എങ്ങനെയുണ്ടോ നോക്കാം. നല്ലതായിരിക്കും. ഇവിടുത്തെ എല്ലാ ഫുഡിനും ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ നല്ലതായിരിക്കും. കഴിച്ചു നോക്കി. നിങ്ങൾ ഇതുവരെ ഹണി കേക്കിൽ വന്നില്ലെങ്കിൽ വന്ന് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. മിസ്സായി കളയുന്നത്. ഇവിടുത്തെ സ്ഥിരം എൻ്റെ 2 ഐറ്റമാണ്. ഒന്ന് ഈ ലണ്ടൻ കേക്കും പിന്നെ ചീസ് കേക്കും. കറക്റ്റ് മറ്റേ പിസ്താൻ്റെ ഒക്കെ നല്ല അതിന് ക്രീം കുറച്ച് ലോഡഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പിസ്താഷ്യോ എൻ്റെ പുറത്തിട്ടിട്ടുണ്ട്. നല്ല ക്രീമി, ഭയങ്കര രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഇത് നമുക്ക് ഈ അതായത് മധുരം കൂടുതലായിട്ട് ചെകിടിക്കുന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമേ കാണുന്നില്ല. ഓവർ മധുരമില്ല. അങ്ങനെ ഇവിടുത്തെ ഇതിൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും പെയ്ഡായിട്ട് പ്രൊമോട്ട് ചെയ്യണമൊക്കെ. അല്ല, സ്വന്തമായി പേടിച്ചു. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഈ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞത്. ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പാലാരിവട്ടം പൈപ്പ് ലൈൻ്റെ അടുത്തുള്ള ഹണി കേക്കിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും കേക്ക് മാത്രമേ ഉള്ളൂ. കേക്ക് മാത്രമല്ല, ഒരു സ്മൂത്തിയുടെയും അഡിക്റ്റാണ് ഞാൻ ഗൈസ്. ഡ്രസ്സിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേക്കൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് അമലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നല്ല ടോക്റ്റീവാണ്. കിട്ടുന്ന അവസരം രണ്ടുപേരും ഇതുപോലെ സംസാരിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്മൂത്തി കുടിക്കുന്ന സമയത്ത് ഈ മാംഗോ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ഓർത്തു ഓക്കെ അതൊന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. പക്ഷേ എൻ്റെ ഗൈസ് ഭയങ്കര പുളിയായിരുന്നു. എനിക്ക് എക്സ്പ്രഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പുളിയായിരുന്നു മാംഗോ കാണാനായിട്ട്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അമ്മയെന്നൊരു വിളിയിൽ അവളും ചോദിച്ചു, എന്താണ് പുളിയാണോ കുട്ടാ, എന്നാൽ നീയും ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവൾക്കും കൊടുത്തു. ആൻഡ് അവളുടെ എക്സ്പ്രഷനും നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പുളിയായിരുന്നു. അതോടുകൂടി ഞങ്ങൾ ആ സംരംഭം അവിടെ അവസാനിപ്പിച്ചു. അവിടെ തന്നെ തിരിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എനിക്ക് ഏകദേശം ഒരു കിറങ്ങിയ അവസ്ഥയിലാണ്. വയറിൻ്റെ ഫുൾ ഫില്ലൊരു ഒരാൾ ഉറങ്ങി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ പ്രവാസം കഴിഞ്ഞിട്ടുണ്ട്. ഞാനീ പറയുന്നൊന്നും ഇത് കേക്ക് അറിയുന്നു. പിന്നെ
ഇവിടെ കപ്പിളായിട്ട് വരുന്നവർക്ക് കപ്പിൾ കോർണർ ഉണ്ട് കേട്ടോ. അതല്ല ഇനി നിങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ഹോളാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ സ്പേസ് ഉണ്ട്. എൻ്റെ കുടുംബ വീട് പോലെ ഞാൻ വന്ന് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയേക്കോട്ടോ. നല്ല രസമല്ലേ? ഇതാണ്. ആ മാറ്റിട്ടോ. ലൈറ്റ് മാറ്റിയിട ആൾ ഇപ്പുണ്ട്. ആ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്യണം. ഞാൻ പിങ്ക് ഓഫ് ചെയ്ത്. പിങ്ക് അധികം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പിടിച്ച് പുറത്താക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് പോലെ കേട്ടോ. നല്ലല്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.